സർ, ലക്ഷദ്വീപിൽ വികസന പദ്ധതികളുമായൊക്കെ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്ര തിടുക്കത്തിൽ വികസന പദ്ധതികൾ നടത്തുന്നത്? അവിടെയുള്ള ജനങ്ങൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല? പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ ഏതിലൊക്കെ എന്തൊക്കെ തരം കഴമ്പുകളുണ്ട്? എങ്ങനെ വിലയിരുത്താം? കേരളത്തിന് പടിഞ്ഞാറ് അറബിക്കടലിൽ അങ്ങ് തെക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കും തെക്ക് കന്യാകുമാരി മുതൽ അങ്ങ് വടക്ക് കേരളവും കഴിഞ്ഞ് മംഗലാപുരത്തിന് ഇടയിൽ നീണ്ട് പരന്നു കിടക്കുന്ന 36 ദ്വീപ സമൂഹങ്ങൾ, അതിൽ ആൾക്കാർ താമസിക്കുന്ന 10 ദ്വീപുകൾ മാത്രമാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ബംഗാരം ദ്വീപുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ഒരു പ്രത്യേക സീസണിൽ ചൂര പിടിക്കാൻ പോകുന്ന ദ്വീപുണ്ട്, സുഹേലി ദ്വീപുണ്ട്. പക്ഷികൾ മാത്രമുള്ള പിട്ടി എന്ന ദ്വീപുണ്ട്. ഈ ദ്വീപ സമൂഹങ്ങളിൽ മനുഷ്യാധിവാസമുള്ള 10 ദ്വീപുകളിൽ 64,473 ആൾക്കാരാണ് ആകെ ഉള്ളത് എന്നാണ് 2011 സെൻസസ് ഡാറ്റ നമ്മളോട് പറയുന്നത്. ഈ ഇത്രയും ആൾക്കാരിൽ മാതൃഭാഷ മലയാളം ആയവരാണ് ഭൂരിപക്ഷം. 50,000-ഓളം പേർ മലയാളം സംസാരിക്കുന്നു. ജസറി എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു വകഭേദമാണ്. തെക്കുള്ള മിനിക്കോയ് ദ്വീപിൽ ഉള്ളവർ സംസാരിക്കുന്നത് മഹൽ എന്ന ഭാഷയാണ്. ലക്ഷദ്വീപിനെ കുറിച്ച് നമുക്കറിയാവുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കേരളീയരുണ്ട്, കേരളവുമായി അടുത്ത ബന്ധമുണ്ട്. എന്തിനും ഏതിനും കൊച്ചിയെയാണ് ആശ്രയിക്കുന്നത്. 96.5% പേരും മുസ്ലിങ്ങളാണ് എന്നത് മാത്രമല്ല പ്രത്യേകത. ഈ മുസ്ലിങ്ങളെല്ലാം ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള പിന്നാക്ക ജനവിഭാഗങ്ങളാണ്. ദ്വീപിനെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോഴും പറയുന്നത് പ്രശാന്ത സുന്ദരമായ പവിഴദ്വീപുകൾ എന്നാണ്. പക്ഷെ അടുത്ത കാലത്ത് അതിൻ്റെ പ്രശാന്തതയൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിലും കേരളത്തിലെ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൊക്കെ നേരത്തെ ചില ചെറിയ തോതിൽ ചില വാർത്തകൾ വന്നിരുന്നു ഇതിനെക്കുറിച്ച്. അത് പ്രഫുൽ കോഡ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ചില ഭരണപരിഷ്കാരങ്ങൾക്കെതിരായുള്ള പ്രക്ഷോഭം ആ സമയത്താണ്. ഒരു 3-4 വർഷം മുന്നേ കോവിഡ് സമയത്തൊക്കെ ലക്ഷദ്വീപിൽ നിന്നുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്ഥിരമായി ഇടം പിടിക്കാൻ ആരംഭിച്ചത്. അതിന് അപ്പം മുതൽ അവിടെ അശാന്തിയുണ്ട്. ഈ പ്രശാന്തതയൊക്കെ പോയി. ഞാൻ 1994 ആദ്യമായി ലക്ഷദ്വീപ് ആകാശവാണിയിൽ പോകുമ്പോൾ വളരെ അത്ഭുതകരമായി, പിന്നീട് അത് യാഥാർത്ഥ്യബോധം ഉള്ളതുകൊണ്ട് അത്ഭുതം നഷ്ടപ്പെട്ടും കേട്ട ഒരു കാര്യം, അന്ന് കവർത്തിയിലെ ജയിൽ പണിതിട്ട് അവിടെ താമസിക്കാൻ ഒരു അന്തേവാസിയെ പോലും കിട്ടിയില്ല. ഞങ്ങൾ പോയി കണ്ടു. ജയിലിന്റെ പുറത്ത് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആടാണ് താമസിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലെയും കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കുറ്റകൃത്യമല്ല, അത് രാഷ്ട്രീയ പ്രവർത്തനം, പ്രതിഷേധം, അതൊക്കെ കുറ്റകൃത്യമാക്കി ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലുകൾ നിറയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ 60 ദിവസത്തെ നിരോധനാജ്ഞ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ അതിന് അടിസ്ഥാനപരമായി ഉണ്ടായി. ഒന്ന്, ലക്ഷദ്വീപിലെ വലിയ തോതിൽ വികസനങ്ങൾ നടക്കുന്നു എന്നാണ് അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ നിയമം പാസാക്കി. ഈ നിയമം അനുസരിച്ച് സ്ഥലമെടുക്കാൻ പൂർണ്ണ അധികാരം അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഒഴിപ്പിക്കാം, നോട്ടീസ് പോലും കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കവർത്തിയിലെ ആകെ ദൈർഘ്യം 5.8 കിലോമീറ്റർ മാത്രമാണ്. ഞങ്ങളൊക്കെ സൈക്കിളിൽ ചവിട്ടിക്കഴിഞ്ഞാൽ 15-20 മിനിറ്റ് കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പോയ സമയത്ത് 3 മോട്ടോർ വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റർക്ക്, 2 കളക്ടർക്ക്, 3 ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടിന്. ഞാൻ 2003 പോയപ്പോൾ അവിടെ വാഹനപ്പെരുപ്പം കാരണം വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഈ നഷ്ടപരിഹാര കേസുകൾക്ക് വേണ്ടി മാത്രമായി അവിടെ
ഓഫീസ് തുറന്നു. അപ്പോൾ റോഡ് വികസനം ആ, ഉടമസ്ഥരുടെ അനുമതിയില്ലാതെ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നു. അതിനെതിരായി വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി, വ്യാപകമായ അറസ്റ്റ് ഉണ്ടായി. ഇതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടൂറിസം വികസനം ലക്ഷ്യമാക്കിയായിരിക്കും ലക്ഷദ്വീപിലെ കഴിഞ്ഞ 47 വർഷം നിലനിന്ന മദ്യനിരോധനത്തിനുള്ള മദ്യനിരോധനം പിൻവലിച്ചു. അത് 1979 മുതൽ നിലനിന്ന മദ്യനിരോധനം പിൻവലിച്ചു. അവിടുത്തെ മുസ്ലിം ജമായത്ത് മതസംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവർ വലിയ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷെ കേരളീയർക്കും ബാക്കിയുള്ളവർക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി ഉണ്ടായി. ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ, അത് വിസിറ്റിന് പോകണമെങ്കിലും വേറെ എങ്ങനെ പോകണമെങ്കിലും തദ്ദേശീയ നമ്മൾ താമസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങണമായിരുന്നു. മാത്രമല്ല കൈയും വീശി പോകാൻ പറ്റത്തില്ല, ആരെങ്കിലും സ്പോൺസർ ചെയ്യണമായിരുന്നു. ഈ രണ്ട് വ്യവസ്ഥകളും ടൂറിസം ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം എടുത്തു കളയുകയും ചെയ്തു. അത് ലഡാക്കും, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ഇതേപോലെ തന്നെ ദീർഘകാലം നിലനിന്ന മദ്യനിരോധനം പിൻവലിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ലക്ഷദ്വീപ് വികസനത്തെ സഹായിക്കും എന്നാണ് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. പക്ഷേ തദ്ദേശീയ ജനതയ്ക്ക് അത് സ്വീകാര്യമല്ല. വളരെ ചെറിയ ദ്വീപുകളാണ്, കുറച്ച് ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അഗത്തി വിമാനത്താവളത്തിന്റെ വികസനത്തിന്, അവിടെ അനുബന്ധ ടൂറിസം വികസനത്തിനൊക്കെ ഇതേപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ സ്ഥലം ഭരണകൂടം ഏറ്റെടുത്തു, മരങ്ങൾ മുറിച്ചു മാറ്റി. ഇതിനൊക്കെ എതിരായി അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോഭത്തിലാണ്. പക്ഷെ ദ്വീപിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് ഹംദുള്ള സയ്യിദ് എന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ MP ആണ് അവിടുത്തെ ജനപ്രതിനിധി. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ സെക്യൂരിറ്റി, കേന്ദ്ര സെക്യൂരിറ്റി ഏജൻസികൾ ഒക്കെ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിഘാതം ഉണ്ടാക്കുന്നു എന്ന് പണ്ട് മുതലേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനമില്ല. ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ദ്വീപ് പഞ്ചായത്തുകൾ എന്ന് പറയും. പിന്നെ മൊത്തം ഒരു ജില്ലാ പഞ്ചായത്തും ഉണ്ട്. മാധ്യമങ്ങളില്ല. ആകെയുള്ള മാധ്യമം ഇലക്ട്രോണിക് മാധ്യമം, അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആകാശവാണിയാണ്. പിന്നീട് ലക്ഷദ്വീപ് ടൈംസ് എന്ന സർക്കാരിന്റെ മാധ്യമം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും പരിഹാരം കാണാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പരിമിതികളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ പൂർണ്ണതോതിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കും, റാലി നടത്തും. അതിനൊക്കെ പല ഘട്ടങ്ങളിലായി ലക്ഷദ്വീപ് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ പറപ്പിക്കുന്നു. ഇത് മാത്രമല്ല, ഈ പ്രക്ഷോഭം ഒക്കെ ശക്തിപ്പെടുത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നിരോധിക്കുന്ന ഒരു നിയമം അവിടെ കൊണ്ടുവന്നു. ഈ നിയമം അനുസരിച്ച് 1 വർഷം വിചാരണയില്ലാതെ തടങ്കലിൽ പാർപ്പിക്കാം. അത് ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്ന നിയമമായി രാഷ്ട്രീയ പാർട്ടികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. മാത്രമല്ല പ്രാദേശികമായ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമായ ചില നടപടികളും ഉണ്ടായി. ലക്ഷദ്വീപിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. അവിടെ ബീഫ് നിരോധിച്ചു. മാത്രമല്ല സ്കൂൾ ഉച്ച ഭക്ഷണത്തിൽ നിന്ന് ബീഫ് ഒഴിവാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അറബിക്, പിന്നെ മഹൽ ഭാഷകൾ സ്കൂൾ കരിക്കുലത്തിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കാരണം ലക്ഷദ്വീപിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ അപകടത്തിലാകുന്നു എന്ന് പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിനെതിരായുള്ള പ്രക്ഷോഭവും പ്രതിഷേധവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ വളരെ പരിമിതമായ തോതിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം എന്ന ഒരു പോരായ്മയാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ മുഖ്യമായും അഭിമുഖീകരിക്കുന്നത്. അതിന് ജില്ലാ പഞ്ചായത്തിന് പൂർണ്ണ അധികാരങ്ങൾ നൽകുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് പല പ്രാവശ്യം ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുകയും അവിടെ സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം.
യെസ്, എന്തായാലും പ്രദീപ് സാർ സൂചിപ്പിച്ചതുപോലെ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ജയിലുകൾ അടഞ്ഞു കിടന്നിരുന്ന അല്ലെങ്കിൽ ഒരൊറ്റ കുറ്റവാളി പോലും ഇല്ലാതിരുന്ന ജയിലുകൾ പോലും ലക്ഷദ്വീപിൽ നിറയുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാകുമെന്ന് തന്നെ കരുതേണ്ടതുണ്ട്. താങ്ക് യു പ്രദീപ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.